അപ്പോൾ കോൺഗ്രസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഒരു ഡീൽ ഉണ്ടാകും, എന്തെങ്കിലും രീതിയിലൊരു കോംപ്രമൈസ് ഉണ്ടാകുമെന്നാണ്. നോക്കൂ, കഴിഞ്ഞ ഒരു വർഷമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പരിഹസിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു രക്ഷയില്ലാതെന്നപ്പോൾ ശ്രീ വി ഡി സതീശൻ മുക്കി മൂളി എന്തോ ഒന്ന് പറഞ്ഞു എന്നല്ലാതെ ശക്തമായ ഒരൊറ്റ നിലപാടും വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പോട്ടെ, അത് വ്യക്തിപരമായുള്ള ആക്രമണമായി ജനം കരുതും. കോൺഗ്രസ്സുകാർക്ക് എന്താ മിണ്ടിയാൽ? അപ്പോൾ സമുദായ സംഘടനകളോട് എല്ലാ കാലത്തുമുള്ള ഒരു വിധേയത്വം കോൺഗ്രസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകും, എപ്പോഴെങ്കിലും ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ശബരിമല സമയത്ത് കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് സർക്കാരിനെതിരെ BJPയും കോൺഗ്രസും NSSും ഒരു പരിധിവരെ SNDPയും എല്ലാം ഈ പോരാട്ടം നടത്തിയത്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് NSS ജനറൽ സെക്രട്ടറി ഇവരെ വെട്ടിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് ഇതുവരെ തോന്നാത്തതെന്ന് ചോദിക്കാനുള്ള ആർജവത്വമില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് വ്യക്തിത്വം, എന്ത് പാർട്ടി? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം. എനിക്ക് അടുത്തത് NSSനോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്കിത് അറിയാത്ത കാര്യമല്ല. 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളത് പറയുമ്പോൾ വാട്ട്സ് ദ ഡീൽ? എന്താണ് സർക്കാരുമായിട്ടുള്ള ഡീൽ?